കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം അല്ലെങ്കിൽ അഡിനോയിഡ് ഹൈപ്പർട്രോഫി മുഖത്തെ ചില ലക്ഷണങ്ങൾ, അതായത് പല്ല് പൊങ്ങി വരിക, മുഖത്തിന്റെ വട്ടത്തിലുള്ള മുഖം ഷേപ്പ് മാറി നീണ്ടു വരിക, പല്ലുകൾ ക്രമം തെറ്റുക, ഉറക്കം വലിച്ചുറങ്ങുക എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളിലൂടെ നമുക്ക് ഒരു പരിധിവരെ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ പറയുകയുണ്ടായി. എന്നാൽ ഇത് കൃത്യമായി ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ ഏതൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യമായി പണ്ടുകാലം മുതലേ ചെയ്തു വരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് കുട്ടിയുടെ കഴുത്തിന്റെ എക്സ്റേ എടുക്കുക എന്നുള്ളത്. എക്സ്റേ എടുക്കുന്നതിലൂടെ അഡിനോയിഡിന്റെ വലിപ്പ കൂടുതൽ കാരണം ശ്വാസനാളത്തിൽ എത്ര ശതമാനം തടസ്സമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ചെറിയ രീതിയിൽ ഉള്ളതാണെങ്കിൽ പോലും കുഞ്ഞിനെ ഒരു റേഡിയേഷന് വിധേയമാക്കുക എന്നുള്ള പാർശ്വഫലത്തെ ഒഴിവാക്കാനായി നൂതനമായ രീതിയിൽ നമ്മൾ അഡിനോയിഡ് ഹൈപ്പർട്രോഫിയെ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂക്കിന്റെ എൻഡോസ്കോപ്പി ചെയ്യാറുണ്ട്. ചെലവ് കുറഞ്ഞതും ലളിതവുമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് നേസൽ എൻഡോസ്കോപ്പി എന്നുള്ളത്. എക്സ്റേയിൽ സാധാരണ ഒരു നിഴൽ മാത്രമായിട്ടാണ് നമുക്ക് അഡിനോയിഡ് ഹൈപ്പർട്രോഫിയെ വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ നേസൽ എൻഡോസ്കോപ്പിയിലൂടെ മൂക്കിന്റെ പിൻഭാഗം നേരിട്ട് കാണാൻ സാധിക്കുകയും അഡിനോയിഡ് ഹൈപ്പർട്രോഫി തന്നെയാണ് കുഞ്ഞിന്റെ ശ്വാസതടസ്സത്തിനുള്ള കാരണം എന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, നേസൽ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ അഡിനോയിഡിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് കൊണ്ട് അതിന്റെ വലിപ്പം, ഇത് എത്ര ശതമാനം ശ്വാസനാളത്തെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, ഇത് ചെവിക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ലക്ഷണങ്ങൾ എത്ര തന്നെ വിസിബിൾ ആണെങ്കിലും കൃത്യമായി ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുകയും സുരക്ഷിതമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുക. ആരോഗ്യകാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞ് ആരോഗ്യമുള്ളവരായിരിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.